ഹലോ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഓണസദ്യയാണല്ലേ. ഓണസദ്യയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് സാമ്പാർ. അതുകൊണ്ട് നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കാം. ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ആദ്യം ഒരു ചെറിയ കപ്പ് തൂരം പരിപ്പ് നന്നായി കഴുകിയെടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ നൽകുന്നതോടൊപ്പം ദഹനത്തിന് സഹായമാണ്. ഗ്യാസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഇവിടെ ഒരു ചെറിയ ടിപ്പും കൂടിയുണ്ട്. ഈ കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഒരു സ്റ്റീൽ സ്പൂണും കൂടി കുക്കറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പരിപ്പ് പുറത്തേക്ക് പൊങ്ങി വരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇനി കുക്കർ അടച്ച് 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പ്രഷർ പോയി കുക്കർ തുറന്നതിന് ശേഷം ഇതിലിട്ടിരിക്കുന്ന സ്പൂൺ നമുക്ക് എടുത്തു മാറ്റാം. ഇനി സാമ്പാറിന് ആവശ്യമുള്ള മലക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെള്ളരി, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, കത്തിരിക്ക തുടങ്ങിയ പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ വഴുതനങ്ങയെക്കുറിച്ച് ഒരു ടിപ്പ് പറഞ്ഞു തരാം. വഴുതനങ്ങ അരിഞ്ഞ് ഉടനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് കറുത്ത് പോകാതെ നല്ല ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി, ഇത്രയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കട്ടക്കായം കൂടെ ഇട്ട് നന്നായി തിളപ്പിച്ച് വിസിലിട്ട് അടിച്ച് വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ സ്റ്റിക്കി ടെക്സ്ചർ കുറയ്ക്കാനാണ് ഇങ്ങനെ വഴറ്റുന്നത്. ഇനി ഇത് മാറ്റി വെച്ച് കുക്കർ തുറന്നതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സാമ്പാറിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതായി ബാലൻസ് ആകും. ഇനി ഇതെല്ലാം കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും വഴറ്റിയ അതേ പാൻ തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം.
അവസാനം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. താളിപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ വ്യത്യാസമാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ താളിപ്പ് തയ്യാറാക്കിയ ശേഷം അത് നേരെ കുക്കറിലുള്ള സാമ്പാറിലേക്കാണ് ഒഴിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. താളിച്ച അതേ പാനിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ താളിപ്പും താളിച്ച വെളിച്ചെണ്ണയും മസാലയുടെ ഫ്ലേവറും സാമ്പാർ നന്നായി ബ്ലെൻഡാകും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് ഇനിയും കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഹാപ്പി ഓണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം.